ഉണ്ട്. വയനാട് കണിയാമ്പറ്റയിൽ തെരുവ് നായകളുടെ ആക്രമണത്തിൽ 12-കാരിക്ക് ഗുരുതര പരുക്ക്. പാറയ്ക്കൽ നൌഷാദിന്റെ മകൾ ദിയ ഫാത്തിമയ്ക്കാണ് പരുക്കേറ്റത്. സുർജിത്ത് അയ്യപ്പ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്കാണ് ഇനി. ഇന്ന് രാവിലെയാണ് വയനാട് കണിയാമ്പറ്റ പള്ളിത്താഴയിൽ തെരുവുനായയുടെ ആക്രമണം ഉണ്ടായത്. 12 വയസ്സുള്ള പെൺകുട്ടിക്കാണ് പരിക്കേറ്റത്. ദിയ ഫാത്തിമ എന്നാണ് കുട്ടിയുടെ പേര്. മദ്രസയിലേക്ക് പോകും വഴിയാണ് ഈ ആക്രമണം ഉണ്ടായതെന്നാണ് പറയുന്നത്. എന്തായാലും അവരുടെ പെൺകുട്ടിയുടെ പിതാവായിട്ടുള്ള നൌഷാദ് നമ്മോടൊപ്പം ചേരുകയാണ്. എന്താണ് സംഭവിച്ചത്? എൻ്റെ മോള് രാവിലെ 6:15 വീട്ടിൽ നിന്ന് മദ്രസയിലേക്ക് പോയതാണ്. പിന്നെ അപ്പോൾ തെരുവുനായി അറ്റാക്ക് ചെയ്തതാണ്. തെരുവുനായ്ക്കൾ ഒരു 10-20 നായ്ക്കളുണ്ട്. അവർ പിന്നെ കുട്ടീനെ അറ്റാക്ക് ചെയ്തത്. മോളെ അനിയത്തി 2 ആളുണ്ട്. ഏട്ടത്തി അനിയത്തിയാണ്. അവർ രണ്ടുപേരും കൂടി പോകുമ്പോൾ ചെറിയ മോളെയാണ് അവർ പട്ടികൾ അറ്റാക്ക് ചെയ്യാൻ വന്നത്. അപ്പോൾ ഇവള് കുട്ടീനെ ചെറുതിനെ പിടിച്ച് മാറ്റിയപ്പോൾ ഇവളെ പിന്നെ കടിച്ച് ഇവള് നിലത്ത് വീണ് പോയി. തലക്കൊക്കെ ഒരു നല്ല പരിക്കുണ്ട്. തലക്കും മേത്ത് പുറത്തും ഫുള്ളായിട്ട് മേല് പുറമൊക്കെ ഫുള്ള് നാശാക്കിന് പട്ടി കടിച്ചിട്ട്. തലക്ക് രക്ഷിക്കാൻ അടുത്ത പിന്നെ പോകുന്ന റോട്ടിലുള്ള അറ്റാക്ക് ചെയ്ത വീടിൻ്റെ അടുത്തുള്ള ആൾക്കാരാണ് കുട്ടീനെ രക്ഷിച്ചത്. മേഖല പൊതുവെ തെരുവുനായ്ക്ക് ശല്യമുള്ള നിരന്തരമായിട്ട് തെരുവുനായ്ക്കളെ ശല്യമുള്ള സ്ഥലമാണ്. പിന്നെ അവിടുന്ന് ഇപ്പം ഏറ്റവും അരിഞ്ചേർമല പള്ളിക്കുന്ന് സ്കൂളിൽ പോകുന്ന കുട്ടികളെ നിരന്തരമായിട്ട് ഓടിക്കാറുണ്ട്. അപ്പോൾ അന്നൊക്കെ പ്രദേശവാസികൾ വന്ന് രക്ഷപ്പെടുത്തുകയാണ്. ഇന്ന് രാവിലെ അത് ഗുരുതരമായ ഒരു ആക്രമണം നേരിട്ടത്. അപ്പോൾ ആ കുട്ടിയും കുട്ടിയുടെ സഹോദരൻ മദ്രസയിലേക്ക് രാവിലെ 6:15 പോവുകയായിരുന്നു. അപ്പോൾ പോകുന്ന സമയത്ത് പിന്നെ ഒരു 5-8 പട്ടികൾ ഒരുമിച്ച് വന്നു എന്നാണ് പറഞ്ഞത്. വന്നു കഴിഞ്ഞ് എന്ത് ചെയ്തു, പിന്നെ കുട്ടീൻ്റെ ശരീരത്തിൻ്റെ പല ഭാഗത്തും പിന്നെ കടിക്കുകയും അപ്പം കുട്ടി നിലത്ത് വീണ് ആ സമയത്ത് അതിൻ്റെ പരിസര പ്രദേശമായ ആളുകളും അതിൽ പോകുന്ന യാത്രക്കാരും വന്നുകൊണ്ടാണ് കുട്ടി രക്ഷപ്പെട്ടത്. അല്ല, കുട്ടിയെ നമ്മൾ ഈ ഒരു അവസ്ഥ ആയിരിക്കില്ലായിരുന്നു. വളരെ അപകടമായൊരു അവസ്ഥയിലേക്കാണ്. നമ്മൾ അതിനെക്കുറിച്ച് പറയുന്നില്ല. അപ്പോൾ അതിനൊരു പിന്നെ അധികാരിയുടെ ഭാഗത്ത് ശക്തമായൊരു നടപടി വേണം. നമ്മൾ നിരന്തരം പഞ്ചായത്തിലും അതുപോലെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളൊക്കെ നമ്മൾ അറിയിച്ചിട്ടുണ്ട്. അതിനൊരു പിന്നെ പരിഹാരം ഇതുവരെ ഉണ്ടായിട്ടില്ല. കാരണം ഇതുപോലൊരു അവസ്ഥ നാളെ ഒരു കുട്ടിക്ക് വരരുത്. കാരണം അത്രക്കൊരു പിന്നെ തെരുവുനായ ശല്യം രൂക്ഷമാണ് ആ പ്രദേശം. ഇത് നമ്മുടെ വീട്ടിൻ്റെ അടുത്ത് വെച്ചിട്ടാണ് ഈ സംഭവം ഉണ്ടായിട്ടുണ്ടായത്. കാരണം എന്ന് പറഞ്ഞാൽ ഒരു പട്ടിയല്ല കടിച്ചത്. ഒരു 3-4 പട്ടി കൂടി ഒന്നിച്ചാണ് കടിച്ചിട്ട്. തലയിൽ ഒരു കടി, തൊടയിൽ, കയ്യിൻ്റെ പുറം, അങ്ങനെ കടിച്ച് വലിക്കുകയായിരുന്നു. അപ്പോൾ ആ പ്രദേശത്തുള്ള നമ്മളൊക്കെ ആ പ്രദേശത്തുള്ള ആളുകളാണ്. ഓടിയെത്തിയപ്പോൾ നായി ആൾ ഓടിച്ചു. പക്ഷേ ദയനീയമായ അവസ്ഥയാണ്. അതുകൊണ്ട് നിരന്തരം നമ്മളിത് പരാതി പറയാനല്ലാണ്ട് ഇതിനൊരു മാർഗ്ഗം ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പം 10-16 മൂപ്പർക്ക് പറയാം. എന്തായാലും ഈ ശാശ്വത പരിഹാരം ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകണം എന്നുള്ള ഒരു അഭ്യർത്ഥനയാണ് ഈ നാട്ടുകാർ ഉന്നയിക്കുന്നത്. കാരണം കാലങ്ങളായി പ്രശ്നമുണ്ട്, തെരുവുനായി പ്രശ്നമുണ്ട് എന്നുള്ള. കുട്ടിയെ കാൽപ്പറ്റയിലെ ജനറൽ ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത്. സാരമായ പരിക്കുണ്ട്. സുർജിത്ത് അയ്യപ്പത്ത്, 24 വയനാട്.